യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെ സ്വാഗതം ചെയ്യും. പെസഹാകാലം 5-ാമത്തെ ആഴ്ച, ചൊവ്വാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്ന പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ചില അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട്. ചില വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രണയബന്ധം ഒത്തിരി കാലങ്ങളും ഒത്തിരി വർഷങ്ങളോളം കടന്നുപോയി, ഞങ്ങൾ പ്രണയ ജീവിതത്തിൻ്റെ അവസാനം വിവാഹം കഴിച്ചു എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, ക്രിസ്തുനാഥൻ എന്നെ എപ്രകാരം സ്നേഹിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മരണത്തോളം നമ്മെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ക്രിസ്തുനാഥൻ സ്വർഗത്തിലായിരിക്കേണ്ട ആ രാജാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് തന്നെ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. എന്നെ സ്നേഹിക്കുക മാത്രമല്ല, കർത്താവ് വിചാരിച്ചത് എൻ്റെ സ്നേഹം എന്നും നിലനിൽക്കണം, എന്നും നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് കർത്താവ് ഈ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ എൻ്റെ സമാധാനം നൽകുന്നുവെന്ന്. അത് തുടർന്ന് കൊണ്ടുപോകുവാനായിട്ട് വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മളോളം താണ്, ഈ ഭൂമിയോളം താണ് കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ നമ്മുടെ ഈ ലോകത്തിലുള്ള സ്നേഹമല്ല, മറിച്ച് ക്രിസ്തുനാഥൻ നൽകുന്ന സ്നേഹമാണ് വലുത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇന്നത്തെ സുവിശേഷവും പറഞ്ഞതും അത് തന്നെയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്ന പോലെയല്ല എന്ന് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ലോകത്തിൽ പലരും നമ്മെ സ്നേഹിക്കുവാനുണ്ട്, പലരും നമ്മെ സഹായിക്കുവാനുണ്ട്, പലരും നമ്മെ കരുണയോടുകൂടെ നോക്കുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ കരുണ, യഥാർത്ഥമായിട്ടുള്ള നന്മയും എല്ലാം ഉള്ളത് കർത്താവിങ്കലേക്കാണ്, ക്രിസ്തുവിലാണ്. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിലേക്ക് ഓടിയണയാം, ക്രിസ്തുവിൻ്റെ സമാധാനം സ്വീകരിക്കാം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് കീഴിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.